എവരിവൺ, അങ്ങനെ നമ്മൾ തന്നൂനിപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൾ കഴിക്കോ ഇല്ല, അത് തുപ്പോ, അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആളിവിടെ എണ്ണയൊക്കെ തേച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ തന്നൂന് കൊടുക്കാൻ പോകുന്നത് കുന്നങ്കായൻ്റെ പൗഡറാണ് കേട്ടോ. അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ കുന്നങ്കായ തന്നെ ഉണക്കി പിടിക്കാനുള്ള പരിപാടിയിൽ തന്നെ ഇനി നമ്മളായിട്ട്. പക്ഷേ കുന്നങ്കായ എവിടെ നോക്കിയിട്ടും കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പൗഡർ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. മധുരത്തിനായിട്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം കുട്ടികൾക്ക് മധുരം ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടില്ല. തന്നൂനിപ്പോൾ 5 മന്ത് ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഒരു 2 സ്പൂണ് കുറച്ചൊന്ന് കൊടുത്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തന്നൂന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ തന്നെ ഇവിടെ എണ്ണയൊക്കെ തേച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ കുളിപ്പിച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബൗളിലാണ് കേട്ടോ നമ്മൾ തന്നൂന് ഫുഡ് കൊടുക്കുന്നത്. ഈ കുഞ്ഞ് സ്പൂണിൽ 2 സ്പൂണായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി വലിപ്പം തോന്നുന്നുണ്ട്. അത്രയൊന്നും ഇല്ല കേട്ടോ, ഒരു കുഞ്ഞ് സ്പൂണാണ്. മാഷാ അല്ലാഹ് ആൾ കുഴപ്പമില്ലാതെ കഴിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വിളിച്ചാട്ടലൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് തുപ്പുന്നൊക്കെ ഉണ്ട്, പിന്നെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മടിയിൽ എത്തിയിട്ടാണ് കേട്ടോ ആൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ ഒരു ഹൈ ചെയർ വാങ്ങണം. പിന്നെ സിലിക്കണിൻ്റെ ഒരു ഫീഡിങ് സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല കേട്ടോ. അതെത്തിയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്തൊക്കെ സാധനങ്ങളാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അന്നൂൻ്റെ കുറേ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.